എന്തിട്ടാണ് ഇത്ര കയറവും? നമ്മളിപ്പോ താമസമില്ലേ? കാവരി, നിനക്കിനകത്ത് ജാക്കറ്റ്. നിനക്കിപ്പോ നമ്മളെ ജാക്കറ്റ് ഒന്നും പിടിക്കണില്ല അല്ലേ? അല്ല, എന്താ അവളെ ചെയ്തിട്ടേ? കുളിക്കായിരുന്നില്ലേ? കുളിക്കുകയില്ലായിരുന്നു, കുളിപ്പിക്കുകയായിരുന്നു. ആരുടെ? എരുവേ? അല്ല, എന്റെ കെട്ടിയോനെ. നീ എന്തൊക്കെയാണ് വെറും വയറ്റിലെ തമാശ പറയുന്നത് കാവേരി? തമാശയും കിമാശയൊന്നുമല്ല. എന്റെ സമ്മതം കൂടാതെ ഇവിടെ കയറി കിടന്ന മുഖത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിക്കും, പറഞ്ഞേക്കാം. കാവേരി, നീ അന്തരടുത്ത് വലിയ ആളാവുന്നു വേണ്ട കേട്ടോ. നിന്റെ ലൈനൊക്കെ നമുക്കറിയാം. ആഹാ, എന്താണ് അറിയ കാവേരിയുടെ? അന്തോണി, മുറത്തി കയറി കൊത്തല്ലേ? ഇതിനെ കൊണ്ടുപോ. என்னாச்சு? எப்படி இருக்க? நீ தானே சொன்ன நீ பெரிய இடத்து பொண்ணு கல்யாணம் பண்ண போற. இப்ப என்னாச்சு? அதை விட பெரிய இடம் கிடைச்சிச்சா? இல்ல, அப்படி ஒண்ணும் இல்ல. அப்ப என்ன? அவருடைய அப்பா இன்னொரு பணக்கார பையன் கிட்ட கல்யாணம் பண்ணி வச்சுக்கிட்டாங்க. எனக்கு இப்ப நான் ரொம்ப மூட் அவுட்ல இருக்கேன். அதெல்லாம் மறந்துடு, உனக்கு நான் இருக்கேன்ல. வா போலாம்.
അബദ്ധം ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ. എന്താ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം. പെൺകുട്ടികൾ പ്രായമായാൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. പാവം, ഞാൻ ആരോടും പറയില്ല. ബാ, ഒന്ന് കിടക്കും. ശരി സാർ, കിടക്കണം. ശ്ശോ, എന്തൊരു പാടാണെന്ന് നോക്കണ്ടേ. ഇങ്ങനെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് അമ്മച്ചി എങ്ങാനും കണ്ടാലുണ്ടല്ലോ ഒറ്റ അടി വെച്ച് തരും. കണ്ണിക്കൂടെ പൊന്നീച്ച ഉണ്ടല്ലോ, പൊന്നീച്ച അത് പറക്കും. ആ, ഇന്നലെ ഞാനൊരു കാര്യം കണ്ടു. നിന്നോട് പറയാൻ മറന്നുപോയി. ആരോടും പറയരുന്ന ഓർഡർ. ആരുടെ ഓർഡർ? ചേച്ചിയുടെ. എന്താ കണ്ടത്? ചേച്ചി ഒരു സ്കൂട്ടറുകാരനും കൂടിയേ ആ അമ്പലത്തിന്റെ അടുത്തുനിന്ന് വർത്താനം പറയുന്നു. എന്തൊരു ചിരിയായിരുന്നറിയോ? എന്താ കേട്ടെ? ദൂരെ എന്നാ കണ്ടേ, ഒന്നും മനസ്സിലായില്ല. ആ, ഇതുപോലൊരു കാര്യം ഞാനും കണ്ടല്ലോ. എന്താത് എന്താത്? നമ്മുടെ തടിച്ചിപ്പാറുല്ലേ, തടിച്ചിപ്പാറു, അവളും ഗോപാലൻ ചേട്ടനും കൂടെ കലിങ്ങിന്റെ അടുത്ത് ഒട്ടി നിന്ന് വർത്താനം പറയുന്നു. ഗോപാലൻ ചേട്ടൻ പറയാ, എന്റെ പാറുവേ നീ എന്റെ പൊന്നല്ലേന്നു. എന്താ നിർത്തിയേ? അല്ല, ഞാൻ ആലോചിക്കുക തടിച്ചിപ്പാറു എങ്ങനെയാ പൊന്നാവുക. വേറൊന്നും പറഞ്ഞില്ലേ? അവിടെയല്ല കുഴപ്പം പറ്റിയത്. ആ പണ്ടാരം വാ തുറക്കുന്നതിന് മുമ്പ് ഗോപാലൻ ചേട്ടൻ എന്നെ കണ്ടുന്നേ, ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. കഷ്ടായി പോയി. എന്ത് കഷ്ടം? എന്നാ ഇനി ഒന്നുകൂടെ കേട്ടു. ഒരു ദിവസം രാത്രിയിലേ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നു. അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാൻ ചെന്നിന്റെ അടുത്ത് നിന്നു. അപ്പൊ അമ്മ പറയാ, ഒന്ന് ചുമ്മാതിരിക്കുന്നേ, ആ ചെറുക്കൻ അപ്പുറത്തെങ്ങാനും കാണൂ, ഉറങ്ങിട്ടെന്നു. എന്നിട്ട് കൊറേ നേരം കാത്തിരുന്നു, പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയി. അല്ല, ഇവരൊക്കെ എന്താ ഈ പറഞ്ഞു കൂട്ടുന്നേ? അതാ എനിക്കും പിടികിട്ടാത്തത്. നമ്മളീ പറയുന്ന പോലെ വല്ലതൊക്കെ ആയിരിക്കും. ആയിരിക്കോ? പിന്നെ ആ, ആർക്കറിയാം? ഈ വലിയ ആൾക്കാരുടെ കാര്യല്ലേ ഒന്നും നിശ്ചയിച്ചുകൂടാ. ആ, മീൻ മീൻ സിന്ധു, വാലുറക്ക. പേടിക്കണ്ട കേട്ടോ, ചേച്ചി ഇപ്പൊ വരാം. ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചി ഓർക്കായിരുന്നു, ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന നിന്റെ കുട്ടിക്കാലം. നീ പറക്ക പറ്റും മുമ്പേ അമ്മ മരിച്ചു. കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ വളർത്തി ഇവിടം വരെ എത്തിച്ചു. ഇന്ന് നീ ഒരു സ്ത്രീ ആയതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. അതോടൊപ്പം നാളെ മുതൽ നിന്നെ ഓടാനും ചാടാനും വിടാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നീ ഇനി പഴയതുപോലെ നടന്നാൽ ആളുകൾ അതും ഇതും പറയും. ചേച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി ഓരോ സമയത്ത് പറയുന്നതൊക്കെ മോൾ ഓർമ്മ വെക്കണം. ക്രമേണ എല്ലാം മനസ്സിലായിക്കൊള്ളും. നാളെ മുതൽ വേണ്ടത് ഒരടക്കോ ഒതുക്കോ ഒക്കെയാണ്. പ്രായമറിയിച്ച പെണ്ണാണെന്ന കാര്യം മറന്നു പോകരുത്. എന്താ വേണ്ടോട്ടെ? എന്റെ കയ്യപ്പ പൊള്ളിയാനെ വേണ്ട, ഒന്ന് പോവേണ്ട. വേണ്ടതല്ലേ പറഞ്ഞു, ഒന്ന് പോവേണ്ടോട്ടാ. പോയേ, ഒന്ന് വേണ്ടല്ലേ, ഒന്ന് പോ. കാപ്പി. ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ഇന്ന് ഞാനും മറ്റേ മുറി വന്ന് കിടക്കാൻ പോവാ. അയ്യോ വേണ്ട, അത് വേണോട്ടിന്റെ മുറിയല്ലേ. നീ കാപ്പി കുടിക്ക്. എന്നാ കാപ്പി.
എന്താ വേണോട്ടാ? സിന്ധു എങ്ങാനും. ആ, അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? എന്താ? അവള് എന്നീ മുറി കിടക്കാൻ പോവാണെന്ന്. അതിനെന്താ, കിടന്നോട്ടെ. ഈ വേണുവേട്ടന് യാതൊരു ബോധവും ഇല്ല. നമ്മൾ ഒരുമിച്ച് കിടക്കുന്ന മുറിയിലാണ് അവളെ കിടത്തുന്നത്. ഓ, അത് നേരാ. അവൾ അപ്പുറത്ത് തന്നെ കിടന്നാ മതി. ഈ ടെൻഷൻ ഇടയിലേ ഞാനത് ഓർത്തില്ല. ടെൻഷൻ? എന്ത് ടെൻഷൻ? ഇന്നലെ മുതല്